വാഴ്ത്തപ്പെടുമാറാകട്ടെ. വന്നുയർന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ വന്ദനവും സ്നേഹവും അറിയിക്കുന്നു. നമുക്ക് പതിവ് പോലെ ഈ ആഴ്ചയിലും ദൈവത്തിൻ്റെ തിരുവചനം ധ്യാനിപ്പാനായി കൂടി വരുവാൻ കർത്താവ് നമ്മെ സഹായിക്കുകയും അതിനായിട്ട് പകൽ സമയത്തെ ബദ്ധപ്പാടുകൾക്ക് ശേഷം കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ താല്പര്യത്തോടെ വന്നിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടി വന്ദനം ചെയ്യുന്നു. പത്രോസിൻ്റെ രണ്ടാമത്തെ ലേഖനമാണ് തുടർച്ചയായിട്ട് നമുക്ക് ഈ ദിവസങ്ങളിൽ പഠിക്കുവാൻ കർത്താവ് നമ്മെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. പത്രോസിൻ്റെ രണ്ടാമത്തെ ലേഖനത്തിൽ അതിൻ്റെ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക്, അല്ലെങ്കിൽ ആ ലേഖനത്തിൻ്റെ ഏറ്റവും പ്രാധാന്യമുള്ളതാകുന്ന, അല്ലെങ്കിൽ ഏത് വിഷയങ്ങൾക്ക് വേണ്ടി, ഏത് കാര്യത്തെ ആ ഒരു സാഹചര്യത്തിൽ ആ ലേഖനം എഴുതിയോ ആ വിഷയമാണ് ഈ രണ്ടാമത്തെ അധ്യായത്തിൽ പ്രധാനമായിട്ട് നമുക്ക് കാണുവാനായി കഴിയുന്നത്. ഇന്ന് ഈ രാത്രി സമയം നമ്മൾ തുടർന്ന് നമ്മുടെ ചിന്തയ്ക്കായിട്ട് ആ വേദഭാഗം ഒന്ന് വായിക്കാം. രണ്ടാമധ്യായം 4 മുതൽ 10 വരെയുള്ളതാകുന്ന വേദഭാഗം നമുക്ക് വായിക്കുകയും അതേ തുടർന്ന് ആ ഭാഗത്ത് നിന്ന് നമുക്ക് അല്പമായിട്ട് ആ വിഷയങ്ങൾ ചിന്തിക്കുകയും ചെയ്യാം. രണ്ടാമത്തെ അധ്യായം അതിൻ്റെ 4 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. ദൈവം ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാതെ അന്ധതമസിന്റെ ചങ്ങലയാൽ ബന്ധിച്ച് ന്യായവിധിക്കായി നരകത്തിൽ വിട്ടുകളഞ്ഞു. പുരാതന ലോകത്തിലെ ഭക്തികെട്ട ജനത്തിന്റെ മേൽ ദൈവം ജലപ്രളയം വരുത്തിയപ്പോൾ ആ ലോകത്തെയും അവിടുന്ന് വെറുതെ വിട്ടില്ല. എന്നാൽ നീതി പ്രസംഗിച്ച നോഹയെ 7 പേരോടുകൂടെ അവിടുന്ന് രക്ഷിച്ചു. സൊദോം, ഗൊമോറ എന്നീ പട്ടണങ്ങളെ ഉന്മൂലനാശത്തിന് വിധിച്ച് അവയെ ഭസ്മീകരിക്കുകയും അങ്ങനെ മേലാൽ ഭക്തി കെട്ട് നടക്കുന്നവർക്ക് ഒരു ദൃഷ്ടാന്തമാക്കുകയും ചെയ്തു. അധർമ്മികളുടെ മ്ലേച്ഛത നിമിത്തം കൊണ്ട് ഹൃദയവ്യഥ അനുഭവിച്ച നീതിമാനായ ലോത്തിനെ അവിടുന്ന് വിടുവിച്ചു. അവരുടെ മധ്യേ വസിച്ചപ്പോൾ നാൾതോറും താൻ കണ്ടതും കേട്ടതുമായ അധർമ്മങ്ങൾ ആ നീതിമാന്റെ നീതിനിഷ്ഠമായ ഹൃദയത്തെ തീവ്രമായി വേദനിപ്പിച്ചിരുന്നു. അങ്ങനെയെങ്കിൽ ഭക്തരെ എങ്ങനെ പരിശോധനകളിൽ നിന്നും വിടുവിക്കണമെന്നും നീതികെട്ടവരെ വിശേഷിച്ചും ജഡത്തിന്റെ മാലിന്യ മോഹങ്ങളിൽ മുഴുകുന്നവരെയും അധികാരത്തെ നിന്ദിക്കുന്നവരെയും എങ്ങനെ ശിക്ഷയിൽ കീഴിൽ ന്യായവിധി ദിവസത്തിലേക്ക് സൂക്ഷിക്കണമെന്നും കർത്താവ് അറിയുന്നുവല്ലോ. സ്തോത്രം. ഈ വേദഭാഗത്ത് നിന്ന് പ്രധാനമായിട്ട് 2 കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ഒന്ന്, the certain judgment of God on the wicked and the sure rescual of the righteous from evil. അതായത് ദൈവത്തിൻ്റെ ന്യായവിധി, ഭക്തികെട്ടവരുടെ മേൽ വരുന്ന ന്യായവിധിയും ദൈവത്തെ ഭക്തിയോടെ സേവിക്കുന്ന ദൈവമക്കളെ പരീക്ഷയിൽ നിന്നും വിടുവിക്കുകയും ചെയ്യുന്നു. ഒന്നുകൂടെ പറഞ്ഞ ജഡ്ജ്മെൻറ്റ് ആൻഡ് മേഴ്സി, ശിക്ഷാവിധിയും ദൈവത്തിൻ്റെ കരുണയും. ശിക്ഷാവിധി ആരുടെ മേലെന്നും ദൈവം കരുണ കാണിക്കുന്നത് ആരുടെ മേലെന്നും അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇവിടെ പത്രോസ് അപ്പോസ്തലൻ പ്രധാനമായിട്ട് താൻ പറയുവാൻ ആഗ്രഹിക്കുന്ന വിഷയം ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു പ്രത്യേക ദുരുപദേശത്തെയും ആ ദുരുപദേശത്തോട് ബന്ധപ്പെട്ട് നടന്നിരുന്ന ചില കാര്യങ്ങളും അതിനെ ഖണ്ഡിച്ചുകൊണ്ടും അത് ദൈവസഭയിലേക്ക് കടന്നു വരുന്നതുകൊണ്ട് അത് നിമിത്തമുണ്ടാകുന്ന ആ വലിയ വിപത്തുകളെക്കുറിച്ച് ദൈവമക്കളെ ബോധവാന്മാരാക്കിയുമാണ് ഈ ലേഖനം, രണ്ടാമത്തെ ലേഖനം എഴുതുന്നത്. അപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ദുരുപദേഷ്ടാക്കന്മാർ നിഷേധിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം കർത്താവിൻ്റെ മടങ്ങിവരവെന്നുള്ളതാണ്. അതിൻ്റെ 3-ാം അധ്യായത്തിൽ 3 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ ആ കാര്യമാണ് പ്രധാനമായിട്ട് താൻ പറയുന്നത്. കർത്താവിൻ്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെ എന്ന് പറഞ്ഞ് അതിനെ പരിഹസിക്കുന്ന പരിഹാസികൾ അന്ത്യകാലത്ത് വരുമെന്ന് വിശേഷാൽ അറിഞ്ഞുകൊള്ളുവിൻ. എന്നാൽ ആ കാര്യങ്ങളെക്കുറിച്ച്
പറയുമ്പോൾ നമ്മൾ ആ ലേഖനം മുഴുവൻ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ട് പത്രോസ് അപ്പോസ്തലൻ കർത്താവിൻ്റെ ആ മടങ്ങി വരവ് ഉറപ്പായിട്ടും സംഭവിക്കും എന്ന കാര്യമാണ് പറയുന്നത്. അതിനുള്ള തെളിവുകളാണ് പറയുന്നത്. അപ്പോൾ കർത്താവ് മടങ്ങി വരികയില്ല, പിന്നീടൊരു ശിക്ഷാവിധി ഉണ്ടാകുകയില്ല. അതുകൊണ്ട് കൊരിന്ത്യർ ലേഖനത്തിലൊക്കെ നമ്മൾ വായിക്കുന്നത് പോലെ തിന്നുക കുടിക്കുക നാളെ ചാകുമല്ലോ, ആ ഒരു മെൻറ്റാലിറ്റിയിൽ ജീവിക്കുന്നവർക്കെതിരെ ഉള്ളതാകുന്ന ഒരു മുന്നറിയിപ്പ്. അപ്പോൾ ഈ ഒരു തെറ്റാകുന്ന ഉപദേശം എത്ര ആപത്തുള്ളതാണ് എന്ന കാര്യമാണ് പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്. നമ്മൾ മുകളിൽ കർത്താവിൻ്റെ വരവ് എത്ര ഷുവറാണ് എന്നുള്ളതിൻ്റെ തെളിവുകളെക്കുറിച്ചൊക്കെ ചിന്തിച്ചു. അതുകൊണ്ട് ആ കാര്യമൊന്നും ആവർത്തിക്കേണ്ട കാര്യമില്ല. 2-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ആ കള്ളപ്രവാചകന്മാർ ജനത്തിൻ്റെ ഇടയിലുണ്ടായിരുന്നു, നിങ്ങളുടെ ഇടയിലും ദുരുപദേഷ്ടാക്കന്മാർ ഉണ്ടാകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അന്നുണ്ടായിരുന്ന ഒരു കാര്യമാണ്. എല്ലാ കാലത്തും തെറ്റായ ഉപദേശങ്ങൾ ഉണ്ട്. എന്നാൽ തെറ്റായ ഉപദേശങ്ങൾ പലപ്പോഴും വലിയ ആപത്തിലേക്ക് നമ്മളെ കൊണ്ടുചെന്നെത്തിക്കും എന്നുള്ള മുന്നറിയിപ്പാണ് പത്രോസ് അപ്പോസ്തലൻ നൽകുന്നത്. അത് നമ്മുടെ ക്രിസ്തീയ സഭയുടെ ചരിത്രം പഠിച്ചു നോക്കിക്കഴിഞ്ഞാൽ കർത്താവിൻ്റെ വരവ് എന്നുള്ള വിഷയത്തിൽ എത്രയോ പേര്, എത്രയോ വിശുദ്ധന്മാർ, എത്ര ശക്തരായിട്ട് നിന്നവർ അവർ വീണുപോയി. അല്ലെങ്കിൽ പലവിധമാകുന്ന പ്രയാസങ്ങളിൽ അവർ കുടുങ്ങി, അവരുടെ സ്ഥിരത വിട്ട് പിന്മാറി അവർ തോറ്റുപോയി. ആ കാര്യത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ സഭയുടെ ചരിത്രം നമ്മൾ വായിച്ചു നോക്കിയാൽ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിപ്പാനായിട്ട് ശ്രമിച്ചാൽ റീസെൻ്റ് ഹിസ്റ്ററിയിലും അത്ര റീസെൻ്റ് അല്ലാതെയുള്ള ചരിത്രത്തിലും ഒക്കെ അങ്ങനെയുള്ള സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ക്രിസ്തു സഭയുടെ ആരംഭം മുതൽ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ദൈവമക്കളുടെ ഇടയിൽ ഉണ്ടായിരുന്നു. കർത്താവിൻ്റെ വരവിനെ നിഷേധിക്കുന്ന ഒരു കൂട്ടർ അന്നുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ആ ഉപദേശം ദൈവസഭയിൽ ഒരുപാട് ആശയക്കുഴപ്പങ്ങളും, അതുമാത്രമല്ല ആ ഒരു ഉപദേശം വന്നതുകൊണ്ട് തെറ്റായ ജീവിത ശൈലിയും അവരുടെ ഇടയിൽ ഉണ്ടായി എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ പത്രോസ് പറയുന്ന ഒരു കാര്യം, കർത്താവിൻ്റെ വരവ് താമസിക്കുന്നു എന്നതിനാൽ കർത്താവിൻ്റെ വരവ് ഇല്ലാതെ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും സംഭവിക്കാതെ ഇരിക്കുന്നില്ല. Christ's coming may be delayed, but it will certainly come. അതാ പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്. അതിന് താമസം ഉണ്ടാകും. എന്നാൽ അതേസമയം താഴോട്ട് നമ്മൾ വായിക്കുന്നുണ്ട്, ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ അല്ല കാര്യങ്ങൾ. കർത്താവിൻ്റെ കാര്യപരിപാടി വ്യത്യസ്തമാണ്. അപ്പോൾ നിശ്ചയമായിട്ടും കർത്താവിൻ്റെ വരവ് ഉണ്ട്, ന്യായവിധി ഉണ്ട്. ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ച് വളരെ ഉറപ്പായിട്ട് താൻ പറയുമ്പോൾ അതിനെ നിഷേധിക്കുന്ന തെറ്റായ ഉപദേഷ്ടാക്കന്മാരെക്കുറിച്ചും അവർ വരുത്തുന്ന അപകടങ്ങളെക്കുറിച്ചുമാണ് 2-ാമത്തെ അധ്യായത്തിൽ പ്രധാനമായിട്ട് നമ്മൾ കാണുന്നത്. അതിൽ എന്തെല്ലാമാണ് അവരുടെ പ്രധാന ലക്ഷണങ്ങളെന്നുള്ളത് നമ്മൾ കണ്ടു. നമ്മളവിടെ കണ്ടതാകുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം, അവർ ഈ ഉപദേശം പ്രചരിപ്പിക്കുമ്പോൾ തന്നെ നിങ്ങളെ വാണിഭച്ചരക്കാക്കുമെന്നും കർത്താവിനെ അവർ ഡിനൈ ചെയ്യുമെന്നും, കർത്താവിനെ തള്ളിപ്പറയും എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതം കൊണ്ടും അവരുടെ ഉപദേശം കൊണ്ടും ആ കാര്യങ്ങളെല്ലാം പത്രോസ് പറഞ്ഞു. എന്നിട്ട് 3-ാമത്തെ വാക്യം വരെ ആ ദുരുപദേഷ്ടാക്കന്മാരെ കുറിച്ച് പറഞ്ഞിട്ട് തുടർന്ന് നാം പറയുകയാണ്, കർത്താവിൻ്റെ ന്യായവിധി അല്ലെങ്കിൽ ശിക്ഷാവിധി നിശ്ചയമായിട്ടും ഉണ്ടാകും. അങ്ങനെ ആ ശിക്ഷാവിധി നിശ്ചയമായിട്ടുണ്ടാകും എന്നതിന് ചരിത്രത്തിൽ നിന്നും 3 തെളിവുകൾ അപ്പോസ്തലനായ പത്രോസ് ഇവിടെ നൽകുകയാണ്. വൈ ഗോഡ്സ് ജഡ്ജ്മെൻറ്റ് വിൽ കം, എന്തുകൊണ്ട്
ദൈവത്തിൻ്റെ ന്യായവിധി അത്ര നിശ്ചയമായിരിക്കുന്നു. അതിനുവേണ്ടി 3 ചരിത്ര സംഭവങ്ങളെ അല്ലെങ്കിൽ 3 ഉദാഹരണങ്ങളെ പത്രോസ് അപ്പോസ്തലൻ നൽകിയ. എന്നാൽ അതേ സമയം തന്നെ ആ ശിക്ഷാവിധിയെക്കുറിച്ചുള്ളതാകുന്ന മുന്നറിയിപ്പ് നൽകുമ്പോൾ ദൈവമക്കളോടുള്ള ബന്ധത്തിൽ അവർക്ക് ചില എൻകറേജ്മെൻറ്റും കൊടുക്കുകയാണ്. അപ്പോൾ വാർണിംഗ് ആൻഡ് എൻകറേജ്മെൻറ്റ്, മുന്നറിയിപ്പ് കൊടുക്കുന്നു, അതേസമയം തന്നെ അവരെ ദൈവമക്കളെ ധൈര്യപ്പെടുത്തുകയാണ്, അവർക്ക് എൻകറേജ്മെൻറ്റ് കൊടുക്കുക. ഈ 2 കാര്യങ്ങളാണ് പത്രോസ് ഈ വേദഭാഗത്ത് പ്രധാനമായിട്ട് നമ്മെ പഠിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. 1, അഭക്തരെ ദൈവം നിശ്ചയമായും ന്യായം വിധിക്കും. 2, ഭക്തിയുള്ളവരെ ദൈവം നിശ്ചയമായിട്ടും രക്ഷിക്കും. അതുകൊണ്ട് ഈ ലോകത്തിൽ നാം ഉറച്ചു നിന്ന് നിശ്ചയമായിട്ടും കർത്താവിനെ സേവിക്കണമെന്നും തെറ്റായ ഉപദേശങ്ങളോട് നമ്മൾ എതിർത്ത് നിൽക്കണം എന്നുമുള്ള കാര്യമാണ് പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നമ്മൾ നിശ്ചയമായിട്ടും മനസ്സിലാക്കണം. 1, ദൈവത്തിൻ്റെ ന്യായവിധി നിശ്ചയമാണ്, എന്നാൽ ഭക്തിയുള്ള മനുഷ്യരെ ദൈവം രക്ഷിക്കുന്നു, വിടുവിക്കുന്നു. അതുകൊണ്ട് നാം ഈ ഭക്തികെട്ട ലോകത്തിൽ ഉറച്ചു നിന്ന് തെറ്റായ ഉപദേശങ്ങൾക്കെതിരെ ഉറച്ചു നിന്നുകൊണ്ട് ദൈവത്തെ നമ്മൾ സേവിക്കണം, സ്നേഹിക്കണം. ഈ കാര്യമാണ് തുടർന്ന് താൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ആ ഒരു ഔട്ട്ലൈൻ നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ പെട്ടെന്ന് ആ കാര്യം പറഞ്ഞ് എത്രയും പെട്ടെന്ന് നമുക്ക് അവസാനിപ്പിക്കാം. ഒന്നാമതായിട്ട് പത്രോസ് പറയുന്നത്, പാപം ചെയ്ത ദൂതന്മാരെ ദൈവം എന്ത് ചെയ്തില്ല? ശിക്ഷിച്ചു, അല്ലെങ്കിൽ അവരെ ആദരിച്ചില്ല. അതാണ് ദൈവിക ശിക്ഷണ നടപടി ഉണ്ടാകും എന്നതിൻ്റെ തെളിവ്. പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിച്ചില്ല. എന്നാൽ നീതിമാന്മാരെ ദൈവം വിടുവിക്കുന്നു എന്നതിൻ്റെ തെളിവെന്താ? നോഹയെയും 7 പേരെയും ദൈവം എന്ത് ചെയ്തു? ആ ന്യായവിധിയിൽ അകപ്പെടാതെ രക്ഷിച്ചു. അതുപോലെ തന്നെ സൊദോമിനെയും ഗൊമോറയെയും. അപ്പോൾ പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ശിക്ഷിച്ചു. എന്നിട്ട് രണ്ടാമത് നോഹയുടെ കാലത്തെ ആ ജലപ്രളയത്തെക്കുറിച്ച് പിന്നെ പറയുമ്പോൾ അന്നുള്ള അഭക്തരെ ദൈവം ശിക്ഷിക്കുകയും ഭക്തിയുള്ള നോഹയെ ദൈവം വിടുവിക്കുകയും ചെയ്തു. പിന്നീട് സോദോം ഗൊമോറ എന്ന ഈ 2 പട്ടണങ്ങളെക്കുറിച്ചുള്ള കാര്യം പറയുകയാണ്. അവിടെ അവരുടെ മേൽ ദൈവത്തിൻ്റെ ശിക്ഷ വന്നപ്പോൾ ലോത്തിനെ ദൈവം എന്ത് ചെയ്തു? വിടുവിച്ചു. അങ്ങനെയെങ്കിൽ അഭക്തരെ, ദുഷ്ടമനുഷ്യരെ ശിക്ഷിക്കുവാനും ഭക്തിയുള്ള അല്ലെങ്കിൽ മാനസാന്തരപ്പെടുന്ന ദൈവത്തെ അന്വേഷിക്കുന്ന ദൈവമക്കളെ വിടുവിപ്പാനും ദൈവത്തിന് അറിയാം, അല്ലെ ദൈവത്തിന് അത് കഴിയും. ഈ കാര്യം താൻ പറയുകയാണ്. അതുകൊണ്ട് ഈ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ പത്രോസ് അപ്പോസ്തലൻ വാസ്തവത്തിൽ പറയുവാൻ ആഗ്രഹിക്കുന്ന വിഷയം, അതുകൊണ്ട് ദുരുപദേശങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? ഒഴിവാക്കണം. ദുരുപദേശങ്ങൾക്കെതിരെ നമ്മൾ ജാഗരൂകരായിരിക്കണം. ദുരുപദേശങ്ങൾ അല്ലെങ്കിൽ ഒരു നിസ്സാരമാകുന്ന കാര്യം അല്ല, അത് വളരെ ഗൗരവമാകുന്ന വിഷയമാണ് എന്നുള്ളതാകുന്ന മെസ്സേജാണ് പത്രോസ് അപ്പോസ്തലൻ ഇവിടെ നൽകുന്നത്. ആകട്ടെ, നമുക്ക് അത് ഓരോന്നായിട്ട് പെട്ടെന്നൊന്ന് ചിന്തിക്കാം. ഞാൻ പെട്ടെന്ന് പറഞ്ഞു വിടാം. അതുകൊണ്ട് അല്പം ശ്രദ്ധയോടെ, ഇത് പെട്ടെന്ന് തീരുമല്ലോ എന്ന ഉത്സാഹത്തോടെ കണ്ണൊക്കെ തുറന്ന് ഇരിക്കുക. പെട്ടെന്ന് തീരും, നമുക്ക് വീട്ടിൽ പോയി ഉറങ്ങാം. ജോലി കഴിഞ്ഞ് ഏതായാലും നിങ്ങൾ വന്നല്ലോ, എത്രയും പെട്ടെന്ന് നമുക്ക് അവസാനിപ്പിക്കാം. അതുകൊണ്ട് ശ്രദ്ധയോടെ നമുക്ക് ദൈവസന്നിധാനത്തിൽ ആയിരിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ.
ഒന്നാമതായിട്ട് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, നിശ്ചയമായിട്ടും ദൈവം അഭക്തരെ ശിക്ഷിക്കും, അവരെ ന്യായം വിധിക്കും എന്നുള്ള കാര്യം പറയുമ്പോൾ ആദ്യമായിട്ട് അതിന് ഉദാഹരണമായിട്ട് എടുക്കുന്നത് അതിൻ്റെ 4-ാമത്തെ വാക്യം. ഒന്ന് വായിച്ചേ, എല്ലാവരും ഒന്ന് കണ്ണു തുറന്ന് ആ വേദഭാഗം ഒന്ന് ശ്രദ്ധിച്ചേ, എന്നിട്ടൊന്ന് വായിച്ചേ, ഉറക്കെ വായിച്ചേ. പാപം ചെയ്ത ദൂതന്മാരെ ആ ദൈവം ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാതെ ആ അന്ധതമസിന്റെ ചങ്ങലയാൽ ബന്ധിച്ച്. ആ നോക്കുക, പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ശിക്ഷയിൽ നിന്നും ഒഴിവാക്കിയില്ല. പിന്നെ അവരെ എന്ത് ചെയ്തു? അന്ധതമസിന്റെ ചങ്ങലയിട്ട് നരകത്തിലാക്കി ന്യായവിധിക്കായി കാപ്പാൻ ഏൽപ്പിക്കുകയും ചെയ്തു. എന്തുകൊണ്ട് ദൈവം അവിടുത്തെ ന്യായവിധി നടത്തും? അതിനൊന്നാമത്തെ തെളിവ്, ദൂതന്മാര് പാപം ചെയ്തപ്പോൾ അവരെ ദൈവം എന്ത് ചെയ്തു? ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കിയില്ല എന്നത് തന്നെ. ഇത് അല്പം ചില ആശയക്കുഴപ്പങ്ങൾ ഉള്ള, അല്ലെ അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു വേദഭാഗമാണ്. യൂദായുടെ ലേഖനത്തിലും ഇതേ കാര്യം തന്നെ യൂദ എടുത്ത് പറയുന്നുണ്ട്. പത്രോസിൻ്റെ 2-ാമത്തെ ലേഖനവും പ്രത്യേകിച്ച് ഈ 2-ാമത്തെ അധ്യായവും യൂദായുടെ ലേഖനവും തമ്മിൽ ഒരുപാട് സാമ്യങ്ങളുണ്ട്, എന്നാൽ ചില വ്യത്യാസങ്ങളുണ്ട് താനും. യൂദായുടെ ലേഖനത്തിലും ഇതേ കാര്യം തന്നെ പറയുന്നുണ്ട്. ഇത് പല നിലകളിലുള്ളതാകുന്ന ചിന്താഗതികൾ ക്രിസ്തു സഭയിൽ ഈ വേദഭാഗത്തോടുള്ള ബന്ധത്തിലുണ്ട്. ഈ ദൂതന്മാരെപ്പോഴാണ് പാപം ചെയ്തത് എന്നതിനെക്കുറിച്ചുള്ള ചിന്തയുണ്ട്. ആരാണ് ഈ ദൂതന്മാർ? നമ്മൾ അതിലേക്ക് അധികം വിശദമായിട്ട് ഞാൻ പോകുകയില്ല, എന്നാൽ 1-2 ചിന്താഗതികൾ പറഞ്ഞിട്ട് എനിക്കതിനെക്കുറിച്ചുള്ള ബോധം എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറയാം. ഒന്നാമതായിട്ട് ഇതിനെക്കുറിച്ച് ചില പഠിപ്പിക്കലുകളുള്ളത്, ഇത് ബൈബിൾ ക്ലാസ് ആയതുകൊണ്ടാണ് ഞാൻ ഈ വ്യൂ പോയിന്റ്സ് ഒക്കെ ഒന്ന് പറഞ്ഞു പോകുന്നത്. ഉൽപ്പത്തി പുസ്തകം 6-ാമത്തെ അധ്യായത്തിൽ ഒന്നെടുത്തേ അവിടെ ഒരു സംഭവമുണ്ട്. എല്ലാവരും ഒന്ന് നോക്കിയിട്ട് എന്നോട് പറ. ബൈബിൾ ക്ലാസ് അല്ലേ, അതുകൊണ്ടാ, ക്ലാസ് ആയതുകൊണ്ടാണ് കേട്ടോ. അവിടുത്തെ സംഭവം എന്തുവാ? ഉൽപ്പത്തി 6. ഓർക്കെ പറഞ്ഞോ, ദൈവത്തിൻ്റെ പുത്രന്മാർ. ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ പുത്രന്മാരും മനുഷ്യൻ്റെ പുത്രിമാരും തമ്മിൽ ഇൻ്റർമാരി ചെയ്തു എന്നുള്ളതാണ് അവിടെ നമ്മൾ കാണുന്നത്. അപ്പോൾ ആ ഒരു വാക്യമുണ്ട്. പിന്നെ അതേ തുടർന്നാണ് പിന്നെ എന്തുള്ളത്? അതേ തുടർന്നുള്ള സംഭവം എന്തുവാ? പിന്നെ നോഹയുടെ കാലം, നോഹയുടെ ജലപ്രളയത്തെക്കുറിച്ചാണല്ലോ പറയുന്നത്. അപ്പോൾ ചില വേദപഠിതാക്കൾ ചിന്തിക്കുന്നത് ഇവിടെയും ഏകദേശം ആ ഒരു ഓർഡറിലാണ് കാര്യം കാണുന്നത്. അതായത് ദൂതന്മാരെ ദൈവം എന്ത് ചെയ്തു? ദൈവം ശിക്ഷിച്ചു അല്ലേ? ശിക്ഷയിൽ നിന്ന് അവരെ എന്ത് ചെയ്തില്ല? ഒഴിവാക്കിയില്ല. പിന്നെ ഉടനെ പറയുന്ന സംഭവം എന്തുവാ? പത്രോസിൻ്റെ ലേഖനത്തിൽ നമ്മളിപ്പോൾ വായിച്ച ആ ഭാഗം തന്നെ. പിന്നെ പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിച്ചില്ല. അത് കഴിഞ്ഞ് പറയുന്ന സംഭവം എന്തുവാ? ഓക്കെ, ആ വിഷയം അല്ല. അതിൻ്റെ നെക്സ്റ്റ് ഫ്ലഡ്, നോഹയുടെ കാലത്തുണ്ടായ നോഹയുടെ കാലത്തുണ്ട്. അപ്പോൾ ചില വേദപഠിതാക്കൾ ചിന്തിക്കുന്നത് ഈ 6-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്ന ആ സംഭവമാണ് പത്രോസിൻ്റെ 2-ാം ലേഖനത്തിൽ
4-ാം വാക്യത്തിൽ റെഫർ ചെയ്യുന്നതെന്നാണ് ചിലർ ചിന്തിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ചില ദൈവദൂതന്മാർ മനുഷ്യ സ്ത്രീകളുമായിട്ട് വൈവാഹിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന ഒരു ചിന്തയുണ്ട്. കാരണം അവർ പറയുന്നത് അതിൻ്റെ ഫലമായിട്ട് അവിടെ എന്തുണ്ടായി? അതിൻ്റെ 4-ാമത്തെ വാക്യം, ഉൽപ്പത്തി 6:4. അക്കാലത്ത് ഭൂമിയിൽ മല്ലന്മാരുണ്ടായിരുന്നു. നോക്കുക. അപ്പോൾ ഈ ഒരു വിഷയം മാത്രമല്ല, ദൂതന്മാരെ ദൈവപുത്രന്മാരെന്ന് വേദപുസ്തകത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? പറഞ്ഞിട്ടുണ്ട്. കമോൺ, ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. യോബിൻ്റെ പുസ്തകത്തിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന്. അപ്പോൾ ഞാൻ ചില വ്യൂ പോയിൻറ്റ്സ് ഞാൻ പറയുക, പിന്നെ എന്തുകൊണ്ട് ഞാനത് ചിന്തിക്കുന്നില്ലെന്നുള്ളത് ഞാൻ പറയും. എൻ്റെ അഭിപ്രായം ഞാൻ പറയും, എനിക്കുള്ള ബോധം ഞാൻ പറയും. എന്നാൽ ഇങ്ങനെ ഉണ്ടെന്ന് ഞാനൊന്ന് പറഞ്ഞു. ബൈബിൾ ക്ലാസ് ആയതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഈ വാഴ്ച കാത്തുകൊള്ളാത്ത ദൂതന്മാരെന്ന് പത്രോസിൻ്റെ 1-ാം ലേഖനത്തിലൊക്കെ നമ്മൾ വായിക്കുന്നത് പോലെ ഇവിടെ നമ്മൾ വായിക്കുന്ന പാപം ചെയ്ത ദൂതന്മാർ എന്നുള്ളത് ചില വേദപഠിതാക്കൾ ചിന്തിക്കുന്നത് ദൂതന്മാർ മനുഷ്യ സ്ത്രീകളുമായിട്ടുള്ള വൈവാഹിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നും അവർക്കുണ്ടായ കുഞ്ഞുങ്ങളാണ് ആ മല്ലന്മാർ എന്നും ആ ദൂതന്മാരെയാണ് ദൈവം എന്ത് ചെയ്തത്? ശിക്ഷ വിധിച്ച് ഇപ്പം അവരെ ചങ്ങലയിലാക്കി ന്യായവിധിക്ക് വേണ്ടി അവരെ റിമാൻഡിൽ വെച്ചിരിക്കുകയാണ്. അന്ത്യന്യായവിധിക്ക് വേണ്ടി റിമാൻഡിൽ അവരെ വെച്ചിരിക്കുകയാണ് എന്നുള്ള ഒരു പഠിപ്പിക്കലുണ്ട്. അത് ഒരു പഠിപ്പിക്കൽ. മറ്റൊരു പഠിപ്പിക്കൽ, മനുഷ്യൻ്റെ പുത്രന്മാർ തന്നെ ദൈവ ദൂതന്മാരാൽ അവർ, അതായത് ഭൂതബാധയൊക്കെ ഉണ്ടാകുന്നത് പോലെ, they were possessed by angels. ഒരു പൊസഷൻ ഉണ്ടായിട്ട് മനുഷ്യപുത്രന്മാർ തന്നെ മനുഷ്യ സ്ത്രീകളുമായിട്ടുള്ള വൈവാഹിക ബന്ധത്തിൽ അവർക്കുണ്ടായ പുത്രന്മാരാണ് ഈ മല്ലന്മാരെന്നും എന്നുള്ള വേറൊരു പഠിപ്പിക്കലുമുണ്ട്. അപ്പോൾ ആ ദൂതന്മാർ ചില മനുഷ്യരിൽ പ്രവേശിച്ചു. അപ്പോൾ അത് നിമിത്തം അവരാ തെറ്റ് ചെയ്തതുകൊണ്ട് അവരെ ദൈവം എന്ത് ചെയ്തു? ന്യായവിധിക്കായിട്ട് സൂക്ഷിച്ചിരിക്കുന്നു എന്നൊരു പഠിപ്പിക്കലുണ്ട്. എന്നാൽ ഈ രണ്ട് പഠിപ്പിക്കലുകളും നമ്മൾ വേദപുസ്തകത്തിൻ്റെ മുഴുവൻ സന്ദേശവും നോക്കുമ്പോൾ അതത്ര ടെനബിളായിട്ട് നമുക്ക് തോന്നുന്നില്ല. അതിൻ്റെ കാരണം ഞാൻ പറയാം. ഇവിടെ ഈ വിഷയം നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ളതാകുന്ന ഒരു സാധ്യത നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയത്തില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം, ദൂതന്മാരെന്നുള്ളത് അവർ ബേസിക്കലി സ്പിരിറ്റ് ബീയിങ്സ് ആണ്, ആത്മജീവികളാണവർ. ആത്മജീവികളാകുന്ന ദൂതന്മാർ മനുഷ്യ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടതിനെ കുറിച്ച് വേദപുസ്തകത്തിലുണ്ട് എന്ന കാര്യം സത്യമാണ്. കേൾക്കണേ. നിശ്ചയമായിട്ടും ആത്മജീവികളാകുന്ന ദൂതന്മാർ എന്ന് പറഞ്ഞാൽ ആ അർത്ഥത്തിൽ ആത്മജീവികളെന്ന് പറയുമ്പോൾ ശരീരമില്ലാത്തവരെന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ പറയുന്നത്. പക്ഷേ ആത്മീകം എന്ന പദത്തിന് ശരീരമില്ലാത്തതെന്നല്ല പുതിയ നിയമത്തിലെ അർത്ഥമെന്നുള്ളത് നമുക്കറിയാം. എന്നാൽ ഇവിടെ അവർ ആത്മജീവികളെന്ന് പറയുമ്പോൾ ദേ ആർ വിത്തൗട്ട് ബോഡീസ്, ശരീരം ഇല്ലാത്തവർ എന്നുള്ള അർത്ഥത്തിൽ അതിനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ അവർ ശരീരത്തിൽ പ്രത്യക്ഷപ്പെട്ട സംഭവങ്ങളുണ്ട് താനും. അപ്പോഴേ അത് നമുക്കത്ര വിഷയമല്ല. എങ്കിലും
ഈ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ കാണുന്ന ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്ന ആ വ്യക്തികൾ ദൂതന്മാരല്ല എന്ന് ഞാൻ ചിന്തിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ വാഴ്ത്തപ്പെട്ടവനാകുന്ന കർത്താവ് പറഞ്ഞ ഒരു വാക്ക് തന്നെയാണ്. അത് മത്തായിയുടെ സുവിശേഷത്തിലുണ്ട്. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 30-ാമത്തെ വാക്യം. മത്തായിയുടെ സുവിശേഷം നോക്ക്, അവിടെ വളരെ വ്യക്തമാണ് ആ കാര്യം. പുനരുത്ഥാനത്തിൽ, അതായത് പുനരുത്ഥാനത്തിൽ അവർ വിവാഹം കഴിക്കുന്നില്ല, വിവാഹത്തിന് കൊടുക്കപ്പെടുന്നതുമില്ല. പിന്നെ അവരെങ്ങനാകും? അപ്പൊ ആ വാക്യം വളരെ ക്ലിയർ അല്ലേ? സ്വർഗത്തിലെ ദൂതന്മാരെന്ത് ചെയ്യുന്നില്ല? വിവാഹം കഴിക്കുന്നില്ല. അപ്പോൾ ആ ഒരു വാക്യത്തിൽ തന്നെ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്നുള്ള ആ റെഫറൻസ് ദൈവദൂതന്മാരെ കുറിച്ചല്ല എന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയും. ഞാൻ അങ്ങനെ ചിന്തിക്കുന്നതിൻ്റെ കാരണം അതാ, ഈ വേദഭാഗമാണ്. കാരണം യേശു കർത്താവ് പറഞ്ഞു ദൈവത്തിൻ്റെ അവർ ദൂതന്മാരെ പോലെ ആകും. ദൂതന്മാരെ അതിനിടയ്ക്കൊന്ന് പറഞ്ഞോട്ടെ, നമ്മുടെ ഇടയിൽ ഒരു പാട്ടുണ്ടല്ലോ, ഞാനും ചേർന്ന് പാടും ദൂതതുല്യരാൻ. പക്ഷെ അത് ഇവിടെ ഈ ദൂതന്മാരെ പോലെ ആകുമെന്ന് ഇവിടെ പറഞ്ഞേക്കുന്നത് ഒരൊറ്റ കാര്യത്തിലാണ് പറഞ്ഞേക്കുന്നത്. ഏത് കാര്യത്തിലാണ്? വിവാഹം കഴിക്കുന്നുമില്ല, വിവാഹത്തിന് കൊടുക്കുന്നില്ല. ആ കാര്യത്തിലാണ് ദൂതന്മാരെ പോലെ ആവുമെന്ന് പറഞ്ഞത്. എന്നാൽ ദൈവമക്കൾ ആരെ പോലെ ആകാൻ പോകുന്നേ? കർത്താവിനെ പോലെ. നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവിടുത്തെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമാക്കി രൂപാന്തരപ്പെടുത്താൻ പോകുക. കർത്താവിനോടാണ് നമ്മൾ സദൃശന്മാരാകുന്നത്. അതുകൊണ്ട് തന്നെ ആ പാട്ട് ബിബ്ലിക്കലല്ലെന്ന് ഞാൻ പറയാൻ വരിക. ഞാൻ ചേർന്ന് പാടുന്നു, കർത്താവിനെ പോലെയാണ് നമ്മളാകാൻ പോകുന്നത്. ഇവിടെ ദൂതന്മാരെ പോലെ ആകും എന്ന് കർത്താവ് പറഞ്ഞേക്കുന്ന ഒരു റെഫറൻസ്, അതായത് അവർ വിവാഹം കഴിക്കുന്നില്ല, വിവാഹത്തിന് കൊടുക്കുന്നുമില്ല. അപ്പോൾ ഒരിക്കലും നമ്മുടെ വാഴ്ത്തപ്പെട്ടവനാകുന്ന കർത്താവ് പറഞ്ഞ ആ ഉറപ്പായ കാര്യത്തിൻ്റെ ബേസിസിൽ ചിന്തിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ പറയുന്ന മനുഷ്യൻ്റെ ദൈവത്തിൻ്റെ പുത്രന്മാരെന്നുള്ള റെഫറൻസ് സ്വർഗത്തിലെ ദൂതന്മാരാണ് എന്ന് പറയുവാൻ കഴിയുന്നതല്ല. ഇത് എൻ്റെ ചിന്തയാണ്, എനിക്ക് മനസ്സിലാക്കിയ ചിന്തയാണ്. ഞാൻ മറ്റേ 2 വ്യൂ പോയിൻറ്റ്സും പറഞ്ഞല്ലോ. എൻ്റെ ചിന്ത എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. എനിവേ, നമ്മളപ്പോൾ ആ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് ഞാൻ ആ കാര്യം ചിന്തിക്കുന്നത്. എന്നാൽ അതേസമയം തന്നെ ദൈവത്തിൻ്റെ വചനം നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ദൂതന്മാരുടെ അല്ലെങ്കിൽ പിശാചിൻ്റെ വീഴ്ചയെക്കുറിച്ച് സൂചന നൽകുന്നതെന്ന് വിശേഷിപ്പിക്കുവാൻ കഴിയുന്ന പഴയ നിയമത്തിലെ ചില വേദഭാഗങ്ങളുണ്ട്. ഉദാഹരണത്തിന് യെശയ്യാവിൻ്റെ പ്രവചനം 14-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങൾ നമുക്കറിയാവുന്ന വേദഭാഗമാണ്. നമ്മൾ പലപ്പോഴും അത് റെഫർ ചെയ്തിട്ടുണ്ട്. അരുണോദയ പുത്രനാകുന്ന ശുക്ര എന്ന് പറഞ്ഞ് ആരംഭിക്കുന്ന ആ വേദഭാഗം യെശയ്യാവിൻ്റെ പ്രവചനത്തിൽ അതിനൊരു ആ താൽക്കാലികമാകുന്ന ആപ്ലിക്കേഷൻസ് ഉണ്ട് അതിന്, അല്ലെങ്കിൽ ഒരു പ്രത്യേക സാഹചര്യത്തോടുള്ള ബന്ധത്തിലാണ് അത് പറഞ്ഞിരിക്കുന്നതെങ്കിലും അതിനേക്കാൾ ഉപരിയായി മറ്റൊരു വിഷയത്തെയാണ് അത് കുറിക്കുന്നത് എന്ന് നമ്മൾ അങ്ങനെ വേദഭാഗം പലയിടത്തും ഉപയോഗിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് 22-ാമത്തെ സങ്കീർത്തനം ദാവീദ് എഴുതുമ്പോൾ ദാവീദ് തൻ്റെ സാഹചര്യത്തെക്കുറിച്ച് ആക്ച്വലി പറയുന്നത്, പക്ഷേ എന്തിനെക്കുറിച്ചായിരുന്നു താൻ പ്രവചിച്ചത്? കർത്താവിനെക്കുറിച്ചായിരുന്നു പ്രവചിച്ചത്. 22-ാമത്തെ സങ്കീർത്തനം എന്ന് പറയുന്നത് പോലെ യെശയ്യാവ് ആ ഭാഗം യെശയ്യാവിൽ കൂടെ ലഭിക്കുമ്പോൾ അന്നുള്ള ഒരു രാജാവിനെ കുറിച്ചൊക്കെ ആകാൻ പറയുന്നത്. പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് അതിനൊരു സ്പിരിച്വൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ദൂരവ്യാപകമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആ വേദഭാഗത്തിനുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. അതുപോലെ യെഹെസ്കേലിൻ്റെ പ്രവചനം 28-ാം അധ്യായം അതിൻ്റെ 11 മുതലുള്ളതാകുന്ന ആ വേദഭാഗവും സോർ രാജാവിനെ കുറിച്ചുള്ള പ്രവാചകം എന്ന് പറഞ്ഞ് അങ്ങനെയല്ലേ ആരംഭിക്കുന്നേ?
ഐശയാവ് എസെക്കിയേൽ 28 സോർ രാജാവിനെ കുറിച്ചുള്ള എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് പിന്നെ പറഞ്ഞു വരുന്നത് എന്തുവാ, നീ ഏദനിൽ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ പിന്നെ വരുന്നത്. അപ്പോൾ ആ വേദഭാഗങ്ങൾ ചേർത്ത് ചിന്തിക്കുമ്പോൾ ഒരുപക്ഷെ പിശാചിൻ്റെ വീഴ്ചയെ ആ വേദഭാഗം സൂചിപ്പിക്കുന്നു എന്ന് നമുക്ക് ചിന്തിപ്പാനായിട്ട് കഴിയുന്നുണ്ട്. കാരണം പിശാചിൻ്റെ വീഴ്ചയെക്കുറിച്ച് വ്യക്തമായി എഴുതപ്പെട്ടിരിക്കുന്ന വേദഭാഗങ്ങളൊന്നുമില്ല. പക്ഷേ പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്, നിഗളിച്ചിട്ട് പിശാചിന് വന്ന ശിക്ഷാവിധി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്, അല്ലേ? തിമോഥെയോസിൻ്റെ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, നിഗളിച്ചിട്ട് പിശാചിന് വന്ന ശിക്ഷാവിധി. അപ്പോൾ അങ്ങനെയെങ്കിൽ ആ വേദഭാഗത്തിൻ്റെ വെളിച്ചത്തിൽ പഴയ നിയമ വേദഭാഗങ്ങൾ, നമ്മളിപ്പോൾ റെഫർ ചെയ്ത വേദഭാഗങ്ങൾ ചേർത്തൊന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവിടെ എന്താ പറയുന്നത്, ഞാൻ എന്തോ ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് അവനെന്ത് ചെയ്യുകയാണ്, നിഗളിക്കുക. പക്ഷെ അവനെന്ത് ചെയ്തു, വീണുപോയി. അപ്പോൾ വീണുപോയ പിശാചും അവൻ്റെ ഒപ്പം, അല്ലെ അന്നവൻ പിശാചല്ലായിരുന്നു, ലൂസിഫർ, അരുണോദയ പുത്രൻ, പ്രഭാതത്തിൻ്റെ പുത്രൻ, അത്ര ശോഭയുള്ള ഒരു ദൂതനായിരുന്നു. എന്നാൽ അവൻ്റെ ഒപ്പം കുറച്ചു പേരും എന്ത് ചെയ്തു, വീണുപോയി. അത് വേദപുസ്തകം നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. പ്രത്യേകിച്ച് വെളിപ്പാട് പുസ്തകമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ആ കാര്യം നമുക്ക് കുറച്ചുകൂടെ വ്യക്തമാകുവാനായിട്ട് കഴിയുന്നുണ്ട്. ആകട്ടെ, അങ്ങനെയെങ്കിൽ അങ്ങനെയുള്ളതാകുന്ന ദൂതന്മാർ വീണപ്പോൾ ദൈവം എന്ത് ചെയ്തില്ല, അവരെ ആദരിച്ചില്ല. അപ്പോൾ ദൈവത്തിൻ്റെ ശിക്ഷാവിധി നിർണയമായും ഉണ്ടാകും എന്നതിൻ്റെ തെളിവായിട്ട് പത്രോസ് അപ്പോസ്തലൻ പറയുകയാണ്, ദൈവ സാന്നിധ്യത്തിൽ അടുത്തു നിന്ന ദൂതന്മാർ പാപം ചെയ്തപ്പോൾ അവരെന്ത് ചെയ്തു, ശിക്ഷയ്ക്ക് അർഹരായി. അവരെ ന്യായവിധി ദിവസത്തിന് വേണ്ടി അവരെ എന്ത് ചെയ്യുകയാണ്, സൂക്ഷിച്ചിരിക്കുക. ശിക്ഷാവിധി നിശ്ചയമായിട്ടുമുണ്ട്. ഒന്നാമത്തെ കാര്യം താൻ അവിടെ പറയുക. രണ്ടാമത്തെ വിഷയം നമ്മൾ പത്രോസിൻ്റെ ലേഖനത്തിലേക്ക് വരുമ്പോൾ, ഒന്ന്, ദൂതന്മാരെ ദൈവം ആദരിച്ചിട്ടില്ല, അവരെ ശിക്ഷയ്ക്കായിട്ട് ദൈവം വിധിച്ചു. അതുകൊണ്ട് ദൈവത്തിൻ്റെ ന്യായവിധി ഉണ്ടാകും. രണ്ട്, അഞ്ചാമത്തെ വാക്യം പുരാതന ലോകത്തെയും ആദരിക്കാതെ നോക്ക്. അപ്പോൾ രണ്ടാമത്തെ ഉദാഹരണം എന്തുകൊണ്ട് ന്യായവിധി വരും? രണ്ടാമത്തെ ഉദാഹരണം പുരാതന ലോകത്തെ എന്ന് പറഞ്ഞാൽ നോഹയുടെ കാലത്തുണ്ടായിരുന്ന ലോകത്തെ അവർ പാപം ചെയ്തപ്പോൾ അവരെ എന്ത് ചെയ്തു, അവരെ ആദരിച്ചില്ല. പിന്നെ എന്ത് ചെയ്തു, അവരിൽ ജലപ്രളയം വരുത്തി. എന്നാൽ ഒരു ചുരുങ്ങിയ നമ്പർ മാത്രം, നോഹയും 7 പേരും മാത്രം രക്ഷപ്പെട്ടു. ആ കാര്യം തുടർന്ന് പറയുന്നുണ്ട്. ഈ പുരാതന ലോകത്തിൽ ദൈവം വരുത്തിയ ശിക്ഷയെക്കുറിച്ച് 3-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ 6-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ജലപ്രളയത്തിൽ മുങ്ങി നശിച്ചു. അതിനുശേഷം അതിൻ്റെ 3:10 വരുമ്പോൾ അതിനെ ഒന്ന് കോൺട്രാസ്റ്റ് ചെയ്തുകൊണ്ട് നാം പറയുകയാണ്, ഇനിയും ഈ ലോകത്തെ തീക്കായിട്ട് സൂക്ഷിച്ചിരിക്കുന്നു. അപ്പോൾ അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ ശിക്ഷ നിശ്ചയമായിട്ടും ഉണ്ടാകും എന്ന് പത്രോസ് അപ്പോസ്തലൻ പറയുകയാണ്. അപ്പോൾ നോഹയുടെ കാലത്തുണ്ടായ ജലപ്രളയത്തെയും ദൈവിക ശിക്ഷണ നടപടിയുടെ തെളിവായി പത്രോസ് അപ്പോസ്തലൻ പറയുന്നു. മൂന്നാമതായിട്ട്
ഒരു കാര്യം കൂടെ ഞാൻ പെട്ടെന്ന് നിർത്താം, എനിക്ക് സിഗ്നൽസ് കിട്ടുന്നുണ്ട്. മൂന്നാമതായിട്ട് പറയുകയാണ് 6-ാമത്തെ വാക്യം, സോദോം ഗൊമോറ എന്ന പട്ടണങ്ങളെ ഭസ്മീകരിച്ചു, ഉന്മൂലനാശത്താൽ ന്യായം വിധിച്ച് മേലാൽ ഭക്തി കെട്ട് നടക്കുന്നവർക്ക് ദൃഷ്ടാന്തമാക്കി വെക്കുകയും ചെയ്തു. നമുക്ക് ഇവിടെ പറയുകയാണ്, ഇത് ഉൽപ്പത്തി 19-ാം അധ്യായത്തിലെ സംഭവമാണ്, നമുക്കറിയാം. അപ്പം 3 കാര്യങ്ങൾ പറയുക. എന്നിട്ട് പറയുകയാണ്, സൊദോമും ഗൊമോറായും ചരിത്രത്തിൽ സംഭവിച്ച അന്നുണ്ടായ ഒരു കാര്യമായിട്ട് മാത്രമല്ല പത്രോസ് പറയുന്നത്, ഇന്നുള്ളവർക്ക് അതെന്തായിരിക്കുകയാണ്? ദൃഷ്ടാന്തമായിരിക്കുകയാണ്. ദൃഷ്ടാന്തമായിരിക്കുക എന്ന് പറഞ്ഞാൽ മേലാൽ ഭക്തി കെട്ട് നടക്കുന്നവർക്ക് ദൃഷ്ടാന്തമാക്കി വെക്കുകയും ചെയ്തു. അപ്പോൾ ദൈവത്തിൻ്റെ ന്യായവിധി നിശ്ചയമായിട്ടും സംഭവിക്കും. എന്നാൽ അതേ സമയം ഇവിടെ പത്രോസ് പറയുന്ന അടുത്ത വിഷയം, ഒന്ന് ശിക്ഷാവിധിയെക്കുറിച്ചുള്ള, ന്യായവിധിയെക്കുറിച്ചുള്ള വാണിംഗ് നൽകുമ്പോൾ, അടുത്തതായിട്ട് പത്രോസ് പറയുകയാണ്, ദൈവത്തിനറിയാം ഭക്തന്മാരെ പരീക്ഷയിൽ നിന്ന് വിടുവിപ്പാൻ ദൈവത്തിനറിയാം. അതിൻ്റെ ഉദാഹരണമായിട്ട് 2 ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ്. ഒന്ന്, ഇവിടെ പറയുകയാണ്, നോഹയെ ദൈവം എന്ത് ചെയ്തു? വിടുവിച്ചു. നോഹയെ ദൈവം വിടുവിച്ചു. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതാകുന്ന ഒരു കാര്യം, ആ താൽക്കാലികമായി അന്നുണ്ടായ ശിക്ഷ നിത്യമായ ശിക്ഷാവിധിയിലേക്ക് വിരൽ ചൂണ്ടുമ്പോൾ അന്നുണ്ടായ വിടുതൽ നിത്യമാകുന്ന വിടുതലിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. നോഹയോടുള്ള ബന്ധത്തിലും ലോത്തിനോടുള്ള ബന്ധത്തിലും. എന്നാൽ അതേ സമയം തന്നെ ഒരു കാര്യം ഞാനൊന്ന് പറയാൻ ആഗ്രഹിക്കുക. ഇത് നമ്മൾ പലപ്പോഴും റെഫർ ചെയ്തിട്ടുള്ള വിഷയമാണ്. ദൈവം ചില സന്ദർഭങ്ങളിൽ ഇങ്ങനെയുള്ളതാകുന്ന ശിക്ഷണ നടപടികൾ ദൈവം ഉപയോഗിക്കും. അതിന് സംശയമൊന്നുമില്ലാത്ത കാര്യമാണ്. ജലപ്രളയം വന്നെന്നിരിക്കും, അല്ലെ അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായെന്നിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ എല്ലാ സന്ദർഭങ്ങളിലും ദൈവമക്കൾ മാത്രം രക്ഷപ്പെടുന്ന അനുഭവങ്ങളില്ല. ചില സന്ദർഭങ്ങളിൽ ദൈവമക്കളും ആ കൂട്ടത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? അകപ്പെട്ടു പോയിട്ടുണ്ട്. ഉദാഹരണം, ഏറ്റവും നല്ല ഉദാഹരണം നമ്മൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ, ഇപ്പം അത് അങ്ങനെ ഒരു ദൈവത്തിൻ്റെ ശിക്ഷയായിട്ട് നമ്മൾ എടുത്താൽ പോലും ആയിരിക്കാം, അല്ലായിരിക്കാം, നമ്മളതിന് ആണോ അല്ലയോ എന്ന് പറയാൻ നമ്മൾ ആളല്ല. സുനാമി അടിച്ചു. നമ്മൾ പലയിടങ്ങളിൽ, പ്രത്യേകിച്ച് ശ്രീലങ്കയിലൊക്കെ സഭായോഗം നടന്നിരുന്ന സഭാ ഹാളുകൾ ഉൾപ്പെടെ എന്ത് ചെയ്തു? ഒത്തിരി പേര് നശിച്ചുപോയി. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ താല്പര്യം, ദൈവം നിശ്ചയമായിട്ടും ചില സന്ദർഭങ്ങളിൽ ഇന്നും ചില പ്രിസർവേഷൻസ് ചെയ്യും, ചിലരെ രക്ഷിക്കും. എന്നാൽ അതൊരു നോമല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഒരു നോമല്ല. എന്നാൽ ഇവിടെ ഈ പുരാതന കാലത്ത് സംഭവിച്ച ആ വലിയ മാസീവ് ജഡ്ജ്മെന്റ്, 2 പട്ടണങ്ങൾ തകർന്നു പോയതും ലോകം മുഴുവനും ജീവനുള്ള സകല ജീവജാലങ്ങളും നശിച്ചു പോയതും നിശ്ചയമായിട്ടുള്ള ദൈവിക ശിക്ഷണ നടപടിയുടെ ഉറപ്പിനെ കുറിച്ചും, അതേസമയം അതിൽ നിന്നും ചിലർ രക്ഷപ്പെട്ടത് ദൈവം തൻ്റെ ഭക്തന്മാരെ എങ്ങനെ വിടുവിക്കുന്നു എന്നതിനും തെളിവായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇത് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു കാര്യം നമ്മളൊന്ന് ചിന്തിക്കണം. ഈ ദൂതന്മാരെ ദൈവം ആദരിച്ചില്ല എന്ന് പറയുമ്പോൾ, ദൂതന്മാര് മനുഷ്യരെക്കാളും ഗ്ലോറിയസ് ആയിട്ടുള്ള ബീയിങ്സാണ്. പക്ഷെ അവർ പാപം ചെയ്തപ്പോൾ ദൈവം എന്ത് ചെയ്തില്ല? അവരെ ആദരിച്ചില്ല. എന്നാൽ നോഹയെ എന്ത് ചെയ്തു? താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ, ജലപ്രളയം വരുത്തിയപ്പം നോഹയെ ദൈവം എന്ത് ചെയ്തു? ആദരിച്ചു. അപ്പോൾ ഇത് നമ്മൾ
മനസ്സിലാക്കേണ്ടതാകുന്ന ഒരു സത്യമുണ്ട്. ദൂതന്മാരെ ദൈവം ആദരിച്ചില്ല, എന്നാൽ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ മനുഷ്യന് വേണ്ടി രക്ഷാപദ്ധതി ഒരുക്കി. അപ്പം അങ്ങനെയെങ്കിൽ ദൈവം ഒരു മനുഷ്യനും ദൈവം യാതൊന്നും കടംപെട്ടിട്ടില്ല. ദൈവം ഒരുവനെ രക്ഷിക്കുമ്പോൾ ദൈവം ഒന്നും കടംപെട്ടിട്ടല്ല, ദൈവത്തിന് കരുണ തോന്നുന്നത് കൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ രക്ഷയെന്നുള്ളത് ദൈവത്തിൻ്റെ ദാനമാണ്. അതുകൊണ്ടാണ് ആ കാര്യം വളരെ വ്യക്തമാണ്. റോമാലേഖനം 9-ാം അധ്യായം നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഫറവോനെ കുറിച്ച് പറയുമ്പോൾ അവിടെ പറയുന്നൊരു കാര്യമുണ്ട്, എനിക്ക് കരുണ തോന്നണം എന്നുള്ളവനോട് എനിക്കെന്ത് തോന്നും? കരുണ തോന്നും. എന്നിട്ട് പറയുക, ഇച്ഛിക്കുന്നവനാലുമല്ല ഓടുന്നവനാലുമല്ല കരുണ തോന്നുന്ന ദൈവത്താലത്രേ. അപ്പൊ അങ്ങനെയെങ്കിൽ ദൂതന്മാരെ ദൈവം ആദരിച്ചില്ല, മനുഷ്യന് വേണ്ടി രക്ഷാപദ്ധതി ഒരുക്കി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവം നമ്മെ രക്ഷിപ്പാൻ കടംപെട്ടിട്ടില്ല. നേരെ മറിച്ച് മനുഷ്യൻ ശിക്ഷയ്ക്ക് മാത്രമാണ് യോഗ്യൻ. പക്ഷെ ദൈവം എന്ത് ചെയ്തു? കരുണ ചെയ്തു. ദൂതന്മാരെ ദൈവം ആദരിച്ചില്ല, പുരാതന ലോകത്തെ ദൈവം എന്ത് ചെയ്തില്ല? ആദരിച്ചില്ല. പക്ഷെങ്കിൽ നോഹയോട് ദൈവം എന്തോ ചെയ്തു? കരുണ ചെയ്തു. ഇനിയും നമ്മൾ ആ കാര്യം ഒന്നുകൂടെ ഞാൻ ചൂണ്ടിക്കാണിപ്പാനായിട്ട് ആഗ്രഹിക്കുക. ഈ നോഹയെ കുറിച്ച് നമ്മൾ പഠിച്ചു നോക്കിയാലും നോഹയെ നീതി പ്രസംഗിയായ നോഹ എന്നാണ് പത്രോസ് അപ്പോസ്തലൻ വിശേഷിപ്പിച്ചേക്കുന്നത്. എന്നാൽ പഴയ നിയമം നമ്മൾ വായിച്ചാൽ അതൊന്നും നോഹ പ്രസംഗിച്ച കാര്യമൊന്നും എന്ത് ചെയ്തിട്ടില്ല, എഴുതിയിട്ടില്ല. അവിടെ നമ്മൾ കാണുന്നത് പെട്ടകം പണിയുന്ന കാര്യം മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ നോഹയുടെ പ്രവൃത്തിയാണ് അവൻ്റെ വാക്കുകളെക്കാളും ഒച്ചത്തിൽ സംസാരിച്ചത്. ഈ കാലത്തും അങ്ങനെ തന്നെയാണ്, നമ്മളത് മനസ്സിലാക്കണം. അവിടെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ നോഹയെ ദൈവം അങ്ങനെ ചൂസ് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് വലിയ കാരണമൊന്നുമില്ല. അതിൻ്റെ 9-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? 6-ാമത്തെ അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? നോഹയുടെ വംശപാരമ്പര്യം എന്തെന്നാൽ നോഹ നീതിമാനും തന്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു. നോഹ ദൈവത്തോട് കൂടെ നടന്നു എന്നെഴുതിയിരിക്കുന്നു. എന്നാൽ അതിന് മുൻപുള്ള വാക്യം എന്താ പറയുന്നതെന്നറിയോ? 6-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ, അതിൻ്റെ 8-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. അതാണ് വിഷയം. സത്യത്തിൽ നോഹ തൻ്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു, നീതിമാനും നിഷ്കളങ്കനുമായിരുന്നു. നോഹ ദൈവത്തോടു കൂടെ നടന്നു എന്നുള്ളത് ശരിയാ. പക്ഷെ അങ്ങനെ നോഹ നടക്കാനും നിഷ്കളങ്കനും നീതിമാനും ആയിത്തീരാനും കാരണം എന്താ? ദൈവത്തിൻ്റെ കൃപ. അത് നമ്മൾ മനസ്സിലാക്കണം. അതാണ് അതിൻ്റെ കാരണം. എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടരെ ആദരിക്കാതെ ദൈവം അവരെ ശിക്ഷിക്കുകയും ഒരു കൂട്ടരെ രക്ഷിപ്പാനായിട്ട് ദൈവത്തിന് കരുണ തോന്നുകയും ചെയ്തതിനാൽ നമ്മൾ തിരിച്ചറിയേണ്ടത്, ദൈവം ആർക്കും ഒന്നും എന്ത് ചെയ്തിട്ടില്ല, കടംപെട്ടിട്ടില്ല. ദൈവം ആർക്കും ഒന്നും കടംപെട്ടിട്ടില്ല. നമ്മൾ ദൈവത്തിന് കടംപെട്ടിരിക്കുകയാണെന്നുള്ള തിരിച്ചറിവ് എപ്പോഴും നമുക്കുണ്ടാകണം. എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്, സകല കാര്യത്തിലും അങ്ങനെയാണ്. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത്, നമ്മൾ കുറേ
പിന്നെ ദശാംശം അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ, ദശാംശം ഒന്ന് ചിലരൊക്കെ പഠിപ്പിക്കുന്ന അങ്ങനെ, നമ്മൾ ദൈവത്തെ അങ്ങ് ഒബ്ലൈസ്ഡ് ആക്കുക, പിന്നെ ദൈവം തരാൻ എന്തുവാ കടം വെട്ടേക്കുക. അപ്പോൾ അതിൻ്റെ പേരിൽ അവൻ ആർക്കും കടക്കാരനല്ലെന്നൊക്കെ നമ്മൾ പാടുന്നേ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ആ കടം വെച്ചേക്കുകയിൽ അത് തിരിച്ചു എന്നൊക്കെ പറയുന്നതിൻ്റെ കാര്യം അതാ. പക്ഷെ അങ്ങനൊന്നും അല്ല കാര്യം. നമ്മൾ മനസ്സിലാക്കണം, ഗോഡ് ഓസ് നത്തിങ് ടു എനിബഡി. ആർക്കും ഒന്നും ദൈവം കടംപെട്ടിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ദൈവം ഒന്നും, രക്ഷയുടെ കാര്യത്തിലും ദൈവം നമുക്ക് എന്ത് ചെയ്തിട്ടില്ല, കടംപെട്ടിട്ടില്ല. നമ്മളെക്കാളും കേമന്മാരായിരുന്ന ദൂതന്മാരെ ദൈവം എന്ത് ചെയ്തില്ല, ആദരിച്ചില്ല. പക്ഷെ മനുഷ്യനോട് ദൈവം എന്ത് ചെയ്തു, കരുണ കാട്ടി. റോമാലേഖനം 8-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി എന്ത് ചെയ്തു, ഏൽപ്പിച്ചു തന്നവൻ. അപ്പൊ ദൈവത്തിൻ്റെ വലിയ കരുണ നിമിത്തമാണ് നമ്മൾ ദൈവമക്കളായി തീർന്നതെന്നുള്ളത് തിരിച്ചറിയുവേണം. നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു, അതുകൊണ്ട് അവൻ്റെ തലമുറയിൽ അവൻ എന്തായി തീർന്നു. അത് തമ്മിലുള്ള കണക്ഷൻ വേണം. എന്തുകൊണ്ടാണ് നമുക്ക് ദൈവഭക്തിയോടെ ജീവിപ്പാനുള്ള പോസിബിലിറ്റി ഉള്ളത്? ദൈവത്തിൻ്റെ കൃപയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ കൃപയെന്നുള്ളത് പാപത്തിലേക്ക് നയിക്കുന്ന ഒന്നല്ല, പിന്നെന്താ? അതാണ് നമ്മളവിടെ വായിക്കുന്നത്. തൻ്റെ തലമുറയിൽ നിഷ്കളങ്കനായിരുന്നു നോഹ, ദൈവത്തോടു കൂടെ എന്ത് ചെയ്തു, നടന്നു. അപ്പൊ ദൈവത്തിൻ്റെ കൃപ ഒരു വ്യക്തിയെ ആ അവസ്ഥയിലേക്ക് ആക്കുകയാണ് ചെയ്യുന്നത്. ഈ കാര്യം നമ്മൾ മറന്നു പോകരുത്, ഒരിക്കലും മറന്നു പോകരുത്. ഗാഡ് ഡസൻറ്റ് ഓഫ് എനിത്തിങ് ടു എനിബഡി. മനസ്സിലാക്കണം. 2, ഈ നോഹയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, നോഹയുടെ ജീവിതത്തിൽ തെറ്റുകളില്ലാഞ്ഞിട്ടല്ല, പക്ഷെങ്കിൽ ആ ഓവറോൾ പാറ്റേൺ ഓഫ് ഹിസ് ലൈഫ് വാസ് എ റൈച്ചസ് ലൈഫ്. അവൻ്റെ ജീവിതത്തിൻ്റെ ആ മുഴുവൻ മാതൃക നമ്മൾ നോക്കിയാൽ അവൻ എന്തായിരുന്നു, നീതിയുള്ളവനായിരുന്നു. അവൻ, കാരണം ദൈവം പറഞ്ഞത് അവൻ എന്ത് ചെയ്തു, കേട്ടു. അവൻ പെട്ടകം പണിതു. അതൊരു ഫോളിഷ് ചോയ്സായിട്ട് എന്ന് പറഞ്ഞാൽ അതുവരെ കാണാത്തവയെക്കുറിച്ചുള്ള അരുളപ്പാട് ലഭിച്ചപ്പോൾ വിശ്വാസത്താൽ അവൻ എന്ത് ചെയ്തു. വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സങ്കല്പിച്ചുണ്ടാക്കുന്ന ഒരു കാര്യമല്ല. അവിടെ ദൈവം പറഞ്ഞത്, ബിക്കോസ് ഗോഡ് ഈസ് ഹൂ ഹീ ഈസ്. ദൈവം ആരാകുന്നോ അതുകൊണ്ട് ദൈവം പറഞ്ഞ കാര്യം വെറും നിസ്സാരമായ കാര്യമല്ലെന്ന് ദൈവത്തെ അവൻ എന്ത് ചെയ്തു, വിശ്വസിച്ചു. അതുകൊണ്ട് അവൻ എന്ത് ചെയ്തു, മനുഷ്യൻ്റെ ചിന്തകൾക്ക് അതീതമായിട്ട് പെട്ടകം പണിതാൻ പറഞ്ഞപ്പം അവൻ എന്ത് ചെയ്തു, ഒരു ഭോഷനെ പോലെ അവൻ പെട്ടകം പണിതു. അതാ വിശ്വാസം, അതാ വിശ്വാസം. അത് അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. അതിന് കാരണവും എന്താണ്? ദൈവം തന്നെയാണ്, ദൈവം തന്നെയാണ്. ഇത് നമ്മൾ മറന്നു പോകരുത്, ഒരിക്കലും മറന്നു പോകരുത്. വി ഓഫ് എവ്രിതിങ് ടു ഗോഡ്. ഒരിക്കലും മറന്നു പോകരുത്. നമ്മൾ രക്ഷിക്കപ്പെടാൻ കാരണമായി തീർന്നത്, നമ്മൾ ദൈവമക്കളായി തീരാൻ കാരണമായി തീർന്നത് ദൈവത്തിൻ്റെ കരുണയാണ്, മഹാകരുണയാണ്. നമ്മൾ അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ജനിച്ചത് കൊണ്ടൊന്നും അല്ല, അതുകൊണ്ടൊന്നും അല്ല. ദൈവത്തിൻ്റെ മഹാകരുണയാണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അങ്ങനെയെങ്കിൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, നോഹയെ ദൈവം എന്ത് ചെയ്തു, വിടുവിച്ചു. ദൈവം എന്ത് ചെയ്തു, വിടുവിച്ചു. 2, ലോത്തിനെ ദൈവം വിടുവിച്ചു. നോഹയെ നീതിപ്രസംഗി എന്ന് വിളിക്കുന്നെങ്കിൽ ലോത്തിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത്, പഴയ നിയമം വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ അത്ര നീതിമാനാകുന്ന ലോത്തെന്നല്ല ഒരു ഇംപ്രഷൻ അല്ല നമുക്ക് ലഭിക്കുന്നത്. എന്നാൽ നിശ്ചയമായിട്ടും പത്രോസ് അപ്പോസ്തലൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ താൻ പറയുകയാണ്, 7-8 വാക്യങ്ങൾ, അധർമ്മികളുടെ ഇടയിൽ വസിച്ചിരിക്കുമ്പോൾ നാൾതോറും അധർമ്മ പ്രവൃത്തികൾ കണ്ടും കേട്ടും തൻ്റെ നീതിയുള്ള മനസ്സിൽ നൊന്തു. അവരുടെ ദുഷ്കാമ പ്രവൃത്തിയാൽ വലഞ്ഞുപോയ നീതിമാനായ ലോത്തിനെ എന്ത് ചെയ്തു, വിടുവിക്കുകയും ചെയ്തു. അപ്പം ഈ 2 സ്റ്റോറിയും നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നോഹയെക്കുറിച്ച് നീതിപ്രസംഗി എന്ന് വായിക്കുന്നു, ലോത്തിനെ കുറിച്ച് അത്ര അവൻ്റെ ആ
ഉൽപ്പത്തി പുസ്തകത്തിലെ ചരിത്രം വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇതായിട്ട് അത്ര നീതിമാനായിട്ട് കാണുന്നില്ലെങ്കിലും ഉൽപ്പത്തി പുസ്തകത്തിൽ അതിനൊരു ഹിൻഡ് നൽകുന്നത് 18-ാമത്തെ അധ്യായത്തിലാണ്. അതായത് അബ്രഹാം ദൈവമായിട്ടുള്ള ആ സംസാരത്തിൽ ഇത്ര നീതിമാന്മാരുണ്ടെങ്കിൽ നീ ആ പട്ടണത്തെ നശിപ്പിക്കൂ എന്ന് പറഞ്ഞ ഒടുവിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു നീതിയെക്കുറിച്ച്, അപ്പോൾ ദൈവത്തിൻ്റെ മഹാകരുണയാൽ ലോത്തിനെ ദൈവം എന്ത് ചെയ്തു? വിടുവിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. എത്രത്തോളം അവൻ്റെ നീതിയുള്ള മനസ്സിൽ അവൻ നൊന്തു എന്നൊക്കെയുള്ളതാകുന്ന വിഷയങ്ങളെക്കുറിച്ച് നമ്മളവിടെ വായിക്കുന്നു. കർത്താവ് ഭക്തന്മാരെ പരീക്ഷയിൽ നിന്ന് വിടുവിപ്പാനും നീതികെട്ടവരെ വിശേഷാൽ മലിനമോഹം കൊണ്ട് ജഡത്തെ അനുസരിച്ച് നടക്കുകയും കർത്തൃത്വത്തെ നിന്ദിക്കുകയും ചെയ്യുന്നവരെ തന്നെ ന്യായവിധി ദിവസത്തിലേക്ക് ദണ്ഡനത്തിനായി കാപ്പാനും ദൈവത്തിന് അറിയുന്നുവല്ലോ. ഇത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയെങ്കിൽ ലോത്തിനെ പോലെ നോഹയെ പോലെ ദൈവം വിടുവിച്ചു. എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതാകുന്ന ഒരു കാര്യം, ഈ ദുരുപദേശകന്മാരോടുള്ള ബന്ധത്തിൽ പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്, നാം എന്ത് ചെയ്യരുത്? അതിനകത്ത് കുടുങ്ങിപ്പോകുവാൻ ഇടയായി തീരല്ല. കാരണം ദൈവത്തിൻ്റെ ന്യായവിധി നിശ്ചയമായിട്ടും സംഭവിക്കുന്ന ഒന്ന് തന്നെയാണ്. അതൊരിക്കലും നമ്മൾ മറന്നു പോകരുത്. ദൈവത്തിൻ്റെ കൃപയാൽ ദൈവം നമ്മെ രക്ഷിച്ചു എന്നുള്ളത് ശരിയാ. പക്ഷെങ്കിൽ അനുദിന ജീവിതത്തിൽ മാനസാന്തരത്തോടെ അനുതാപത്തോടെ ദൈവത്തിൻ്റെ ഹിതത്തിനനുസൃതമായിട്ട് നമുക്ക് ജീവിപ്പാനായിട്ട് കഴിയണം. ഈ ഒരു സന്ദേശമാണ് പത്രോസ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നത്. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവപാദപീഠത്തിൽ നമ്മെ തന്നെ സമർപ്പിക്കാം.